ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദി അറേബ്യയിലെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമായ അബ്ഷിർ വഴി ഒക്ടോബർ മാസത്തിൽ 63 ലക്ഷത്തിലധികം ഇടപാടുകൾ നടന്നതായി റിപ്പോർട്ട്. ഈ ഇടപാടുകളിൽ പൗരന്മാർക്കും പ്രവാസികൾക്കും സന്ദർശകർക്കുമുള്ള വിവിധ സേവനങ്ങൾ ഉൾപ്പെടുന്നു. സൗദി പ്രസ് ഏജൻസി പുറത്തുവിട്ട വിവരമനുസരിച്ച് ഐഡന്റിറ്റി വെരിഫിക്കേഷൻ, ദേശീയ ID കാർഡുകളുടെ ഇലക്ട്രോണിക് പുതുക്കൽ, ഫാമിലി രജിസ്ട്രേഷൻ തുടങ്ങിയ വ്യക്തിഗത സേവനങ്ങൾക്കായി 3.8 ദശലക്ഷത്തിലധികം ഇടപാടുകൾ നടന്നു. എക്സിറ്റ്, റീ എൻട്രി വിസകൾ, റെസിഡൻസി പെർമിറ്റുകൾ, ഇലക്ട്രോണിക് പാസ്പോർട്ട് പുതുക്കൽ തുടങ്ങിയവയും ഇതിൽ ഉൾപ്പെടുന്നു. വാഹന രജിസ്ട്രേഷൻ പുതുക്കൽ, ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കൽ, വാഹനവുമായി ബന്ധപ്പെട്ട മറ്റ് സേവനങ്ങൾ എന്നിവ പബ്ലിക് സെക്യൂരിറ്റി ഡയറക്ടറേറ്റ് വഴിയും കൈകാര്യം ചെയ്തു. ഒമാൻ ദേശീയ ദിനത്തോടനുബന്ധിച്ച് മസ്കറ്റ് ഇന്ത്യൻ എംബസി ഇന്ന് അവധിയായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. കോൺസുലർ സേവനങ്ങൾക്കായി 98282270 എന്ന നമ്പറിലും കമ്മ്യൂണിറ്റി വെൽഫെയർ സേവനങ്ങൾക്കായി 80071234 എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ എംബസിയുടെ ഹെൽപ്പ് ലൈൻ സേവനം 24 മണിക്കൂറും ലഭ്യമാണ്. ദുബൈയിൽ ടൂറിസ്റ്റ് സന്ദർശക വിസ ലഭിക്കണമെങ്കിൽ ഇനി ഹോട്ടൽ ബുക്കിംഗ് രേഖകളും റിട്ടേൺ ടിക്കറ്റും നിർബന്ധമാണ്. ഇത് സംബന്ധിച്ച് ദുബൈ ഇമിഗ്രേഷൻ ട്രാവൽ ഏജൻസികൾക്ക് അറിയിപ്പ് നൽകി. പുതിയ നിബന്ധന പ്രകാരം വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ QR കോഡുള്ള ഹോട്ടൽ ബുക്കിംഗ് രേഖയും മടക്കയാത്രയ്ക്കുള്ള ടിക്കറ്റിന്റെ പകർപ്പും സമർപ്പിക്കണം. ഇല്ലെങ്കിൽ വിസ നടപടികൾ പൂർത്തിയാക്കാൻ വൈകിയേക്കുമെന്നാണ് അറിയിപ്പ്. ഇത്തരത്തിൽ രേഖകൾ സമർപ്പിക്കാത്ത ഒട്ടേറെ മലയാളികളുടെ വിസ അപേക്ഷ പാതിവഴിയിലാണ്. നേരത്തെ യാത്രാ സമയത്ത് വിമാനത്താവളത്തിലെ എമിഗ്രേഷനിൽ ആവശ്യപ്പെട്ടാൽ മാത്രം ഈ രേഖകൾ കാണിച്ചാൽ മതിയായിരുന്നു. കൂടാതെ 2 മാസത്തെ വിസയ്ക്ക് 5000 ദിർഹവും 1 മാസത്തെ വിസയ്ക്ക് 3000 ദിർഹവും ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡിൽ ഉണ്ടായിരിക്കണമെന്നതും നിർബന്ധമാണ്. കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ ഓൺലൈനിൽ ടൂറിസ്റ്റ് വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ എമിഗ്രേഷൻ വെബ്സൈറ്റിൽ ഹോട്ടൽ ബുക്കിംഗ്, റിട്ടേൺ ടിക്കറ്റ് രേഖകൾ അപ്ലോഡ് ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. ട്രാവൽ ഏജൻസികൾക്കാണ് ടൂറിസ്റ്റ് വിസകൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. ട്രേഡിംഗ് കമ്പനികളും വ്യക്തികളും കുടുംബങ്ങളും അപേക്ഷിച്ചാൽ സന്ദർശക വിസ ലഭിക്കും. എന്നാൽ 2 വിസകളുടെയും നിയമങ്ങളും നിബന്ധനകളും ഏകദേശം ഒന്നു തന്നെയാണ്. പാകിസ്ഥാൻ, ചില ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലെ പൗരന്മാർക്ക് സന്ദർശക ടൂറിസ്റ്റ് വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ ഇത്തരം നിബന്ധനകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതേസമയം UAEയിൽ പ്രവാസിയായ ഒരാൾ സ്വന്തം കുടുംബത്തിനായി സന്ദർശക വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ ഹോട്ടൽ ബുക്കിംഗും റിട്ടേൺ ടിക്കറ്റും സമർപ്പിക്കേണ്ടത് ആവശ്യമുണ്ടോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. കുവൈറ്റ് സിറ്റി ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് പ്രതിവാര റിപ്പോർട്ട് പുറത്തിറക്കി. നവംബർ 9 മുതൽ 15 വരെയുള്ള കാലയളവിൽ ട്രാഫിക് നിയമത്തിലെ എക്സിക്യൂട്ടീവ് റെഗുലേഷനുകളുടെ ആർട്ടിക്കിൾ 207 ലംഘിച്ചതിന് ട്രാഫിക് പട്രോളിംഗ് 39,170 ട്രാഫിക് ലംഘനങ്ങൾ രേഖപ്പെടുത്തി. 105 വാഹനങ്ങളും 55 മോട്ടോർ സൈക്കിളുകളും പിടിച്ചെടുത്തു. കൂടാതെ വിവിധ കേസുകളുമായി ബന്ധപ്പെട്ട് 48 വാഹനങ്ങളും അധികൃതർ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ലഹരി കൈവശം വെച്ചതായി സംശയിച്ച് 4 പേരെയും ബന്ധപ്പെട്ട വകുപ്പ് അധികാരികളിലേക്ക് റഫർ ചെയ്തു. 1589 അപകടങ്ങളാണ് കഴിഞ്ഞയാഴ്ച റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ 195 പേർക്ക് പരിക്കേറ്റതായും അധികൃതർ വ്യക്തമാക്കി. സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കൽ, വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കൽ മുതലായ ഗതാഗത നിയമലംഘനങ്ങൾ നിരീക്ഷിക്കുന്നതിനായി രാജ്യത്തുടനീളം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന 252 ക്യാമറകൾ സ്ഥാപിച്ചു വരികയാണെന്ന് ട്രാഫിക് ബോധവൽക്കരണ വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ ലഫ്റ്റനന്റ് കേണൽ അബ്ദുള്ള അബു ഹസൻ അറിയിച്ചു. പുതിയ ക്യാമറകൾ അമിത വേഗത മാത്രമല്ല പിടികൂടുക, 2 ക്യാമറ പോയിന്റുകൾക്കിടയിലുള്ള യാത്രയിലെ സമയവും നിരീക്ഷിക്കും. ഒരു ക്യാമറയിൽ നിന്നും മറ്റൊരു ക്യാമറ വരെയുള്ള സമയത്ത് വേഗത കൂട്ടി അടുത്ത ക്യാമറയുടെ അടുത്തെത്തുമ്പോൾ വേഗത കുറച്ച് കടന്നു പോകുന്നവരെ ഇതുവഴി കണ്ടെത്താം. ഇത്തരക്കാരെ പിടികൂടി 2 ക്യാമറകളുടെ ഇടയിലുള്ള സമയം വിലയിരുത്തി അമിത വേഗതക്കാരിൽ നിന്നും പിഴ ഈടാക്കും. വാഹനം ഓടിക്കുമ്പോൾ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ മുൻസീറ്റിൽ ഇരുത്തിയാൽ പുതിയ ട്രാഫിക് നിയമപ്രകാരം 50 ദിനാറായിരിക്കും പിഴയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവിൽ ഇത് 5 ദിനാറായിരുന്നു. രാജ്യത്തെ ടൂറിസം മേഖലയിലെ സ്വദേശി ജീവനക്കാരുടെ പ്രാതിനിധ്യം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നീക്കവുമായി സൗദി അറേബ്യ രംഗത്ത്. രാജ്യത്തെ ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്ന വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നതിനായി 1 ലക്ഷം സൗദി യുവാക്കളെയും യുവതികളെയും പരിശീലിപ്പിക്കാൻ മന്ത്രാലയം
പ്രതിവർഷം $10 കോടി ചെലവഴിക്കുമെന്ന് ടൂറിസം മന്ത്രി അഹമ്മദ് അൽ ഖത്തീബ് അറിയിച്ചു. ബുധനാഴ്ച റിയാദിൽ നടന്ന ലോക്കൽ കണ്ടന്റ് ഫോറത്തിൽ വിഷൻ 2030 വെളിച്ചത്തിൽ പ്രാദേശിക ഉള്ളടക്കത്തിനായുള്ള ഭാവി പ്രവണതകൾ എന്ന വിഷയത്തിൽ നടന്ന ഡയലോഗ് സെഷനിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലും ടൂറിസം തൊഴിലുകളുടെ പ്രാദേശികവൽക്കരണത്തിലും ഈ മേഖലയുടെ സംഭാവന 2030 10% ഉയർത്തുകയാണ് ഇതിലൂടെ മന്ത്രാലയം ലക്ഷ്യമിടുന്നതെന്നും കൂട്ടിച്ചേർത്തു. ഹോട്ടലുകളുടെയും ട്രാവൽ ആൻഡ് ടൂറിസം കമ്പനികളുടെയും മാനേജ്മെന്റിലും പ്രവർത്തനത്തിലും സൗദി ജീവനക്കാരെ നിയമിച്ചുകൊണ്ട് ഈ മേഖലയിലെ തൊഴിലുകൾ പ്രാദേശികവൽക്കരിക്കാനുള്ള മന്ത്രാലയത്തിന്റെ പദ്ധതിയുടെ ഭാഗമായാണിത്. ചില ഹോട്ടലുകളിൽ സൗദി ജീവനക്കാരുടെ നിരക്ക് നിലവിൽ 50% എത്തിയിട്ടുണ്ട്. ഹോട്ടലുകളിലെയും ടൂറിസം റിസോർട്ടുകളിലെയും ചില സൗദി ഓപ്പറേറ്റർമാർ അവർക്ക് ഈ മേഖലയിൽ പരിശീലനം ആവശ്യമാണെന്ന ആവശ്യം ഉന്നയിച്ചതിനെ തുടർന്നാണ് 100,000 പേർക്ക് വിദഗ്ധ പരിശീലനത്തിന് പദ്ധതി തയ്യാറാക്കിയതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള മധ്യസ്ഥ ശ്രമങ്ങൾ ഖത്തർ നിർത്തിവെച്ചത് ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുന്ന കക്ഷികളുടെ ഗൗരവമില്ലായ്മ മൂലമാണെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വക്താവ് ഡോക്ടർ മജീദ് ബിൻ മുഹമ്മദ് അൽ അൻസാരി അറിയിച്ചു. ഇതിനർത്ഥം ദോഹയിലെ ഹമാസിന്റെ ഓഫീസ് അടച്ചുപൂട്ടുക എന്നല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. മന്ത്രാലയത്തിന്റെ പ്രതിവാര ബ്രീഫിംഗിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. ദോഹയിലെ ഹമാസിന്റെ ഓഫീസ് തുറന്നിരിക്കുന്നതായും ഡോക്ടർ അൽ അൻസാരി കൂട്ടിച്ചേർത്തു. അത്തരമൊരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക പ്രസ്താവനയുണ്ടാകുമെന്നും വ്യക്തമാക്കി. ഹമാസ് പ്രതിനിധികളെ ഖത്തറിലേക്ക് സ്വാഗതം ചെയ്യുന്നതായും അദ്ദേഹം അറിയിച്ചു. ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനുള്ള തീരുമാനം ഉണ്ടാകുന്നതുവരെ താൽക്കാലികമായി ഇതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ നിർത്തിവച്ചിരിക്കുകയാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. വെടിനിർത്തൽ കരാറിലെത്തുന്ന കാര്യത്തിൽ ബന്ധപ്പെട്ട കക്ഷികളുടെ ഭാഗത്തു നിന്നും ഗൗരവപൂർവമായ സമീപനം ഉണ്ടാവുകയാണെങ്കിൽ ഗാസയിലെ ദുരിതങ്ങൾ ലഘൂകരിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കാൻ ഖത്തർ സന്നദ്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മധ്യസ്ഥ ശ്രമങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചതിന് കാരണം ഉൾപ്പെട്ട കക്ഷികളിൽ നിന്നുള്ള യഥാർത്ഥ പ്രതിബദ്ധതയുടെ അഭാവമാണ്. മധ്യസ്ഥ പ്രക്രിയയിൽ ഖത്തർ സ്വയം ബ്ലാക്ക്മെയിലിൽ നിന്നുകൊടുക്കാൻ തയ്യാറല്ലെന്നും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. സംഘർഷം ലഘൂകരിക്കാനും ഗാസയിലെ ഫലസ്തീൻ ദുരിതങ്ങൾ ലഘൂകരിക്കാനും തടവുകാരെയും ബന്ദികളെയും തിരികെ കൊണ്ടുവരാനും ആവശ്യമായതെല്ലാം ചെയ്യാൻ ഖത്തർ ഭരണകൂടം ആദ്യ ദിവസം മുതൽ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. കുവൈറ്റിലെ 87% പ്രവാസികളും ഇതിനോടകം ബയോമെട്രിക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കി. ക്രിമിനൽ എവിഡൻസ് ഡിപ്പാർട്ട്മെന്റിലെ പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ ഡിവിഷൻ ഡയറക്ടർ ബ്രിഗേഡിയർ നൈഫ് അൽ മുതൈരിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഡിസംബർ 31 വരെ സമയപരിധി നിശ്ചയിച്ചിരിക്കുന്നതിനാൽ നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ പ്രവാസികളോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു. അവസാനത്തോടടുക്കും തോറും ബയോമെട്രിക് രജിസ്ട്രേഷൻ കേന്ദ്രങ്ങളിൽ തിരക്ക് വലിയ തോതിൽ വർദ്ധിക്കുമെന്നതിനാൽ എത്രയും വേഗം നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണമെന്നും പ്രവാസികളോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഏകദേശം 98% കുവൈറ്റ് പൗരന്മാരും ഇതിനോടകം തന്നെ അവരുടെ ബയോമെട്രിക് രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചതായും അറിയിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.